നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ തെരയിളക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തീപാറും പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നത്. പ്രചരണം ഉച്ചസ്ഥായിയിലാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. അവിടങ്ങളിൽ പരസ്യ പ്രചരണം നാളെ അവസാനിക്കാനിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. കേരളത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇനി കൃത്യം 9 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 10ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര കേരളത്തിലേക്ക് വരാനിരിക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി വന്നുപോയി. ഇന്ന് രാഹുൽ ഗാന്ധി ഇന്നും ഉണ്ടായിരുന്നു, DK ശിവകുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ദേശീയ നേതാക്കൾ സംസ്ഥാനത്തേക്ക് എത്താനിരിക്കുകയാണ്. തീപാറും പോരാട്ടം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ്. ഇനി 9 നാൾ മാത്രം അവശേഷിക്കുന്നു സംസ്ഥാനത്ത്. എല്ലായിടങ്ങളിലും വീറുട്ട പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് വളരെ വിശദമായി തന്നെ ഇതിലേക്ക് കടക്കാം. എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രചരണങ്ങൾ, പരസ്പരം ആരോപണങ്ങൾ, കോടതി കയറുന്ന തരത്തിലേക്ക് വരെ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഓരോ പാർട്ടികളും. വിശദമായി പരിശോധിക്കാം. തെരയിളക്കത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കയറുന്നു. 10ാം നാൾ കേരളം പോളിംഗ് ബൂത്തിൽ. കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക്. ആദ്യഘട്ട വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. വിധിയെഴുതി 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ. തമിഴ്നാട് വിധിയെഴുതും ഏപ്രിൽ 19. കരുവന്നൂരിൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തെ തകർക്കലാണ് BJP ലക്ഷ്യം. 117 കോടി രൂപയുടെ നിക്ഷേപം തിരിച്ചു കൊടുത്തു. സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കില്ലെന്നും മുഖ്യമന്ത്രി. മോദിക്കും പിണറായിക്കുമെതിരെ രാഹുൽ. കൊള്ളയടിക്കലിനെ മോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് വിളിക്കുന്നു. BJP രാജ്യത്തെ വിഭജിക്കുമ്പോൾ പിണറായി തനിക്കെതിരെ തിരിയുന്നു. മറുപടിയുമായി പിണറായിയും യെച്ചൂരിയും. കോൺഗ്രസ് RSS അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പിണറായി. വിമർശിക്കും മുമ്പ് സ്വന്തം നേതാക്കളെ പാർട്ടിയിൽ പിടിച്ചു നിർത്തട്ടെ എന്ന് യെച്ചൂരി. സൈബർ ആക്രമണങ്ങൾക്കെതിരെ KK ശൈലജ. ഷാഫി പറമ്പിലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് സൈബർ ആക്രമണമെന്ന് MV ഗോവിന്ദൻ. കേരളത്തിന് തന്നെ അപമാനമെന്ന് ബൃന്ദാക്കാരാൻ. കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി. വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്കാമെന്ന് നേതാക്കൾ. ആരോടും പിന്തുണ ചോദിച്ചിട്ടില്ലെന്ന് ചെന്നിത്തല. വർഗീയതയുമായി സന്ധി ചേരാൻ കോൺഗ്രസിന് മടിയില്ലെന്ന് മുഖ്യമന്ത്രി. ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ 18 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ നടന്നത് വെള്ളിയാഴ്ച. വോട്ടെടുപ്പ് നടക്കേണ്ട ബസ്തർ മേഖലയിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്ക്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വിശദമായി കടക്കുമ്പോൾ, ഇന്നലെ സംസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ വരവായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. പ്രധാനമന്ത്രി കരുവന്നൂർ ആയുധമാക്കി സംസാരിച്ചു. ഒപ്പം മാസപ്പടി കേസിൽ പരാമർശിച്ചു. അഴിമതിയിൽ ഇരുമുന്നണികളെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി ആക്രമിച്ചു. വലിയ രീതിയിൽ ആ വിഷയം ചർച്ചയാക്കി. BJP സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുമ്പോൾ കൃത്യമായ മറുപടി പ്രധാനമന്ത്രിക്ക് ഇന്ന് നൽകുന്നു മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിക്ക് മറുപടിയായി പറഞ്ഞത്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾ അത് ശരിയല്ല. 117 കോടി രൂപയുടെ നിക്ഷേപം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിക്ഷേപകർക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ചിലർ തെറ്റായ വഴി സ്വീകരിച്ചു എന്നത് അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മറുപടി നൽകുന്നത്. ആ തെറ്റായ വഴി സ്വീകരിച്ചവരോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി രണ്ട് പ്രധാനപ്പെട്ട ചർച്ചകൾ അജണ്ടകൾ മുന്നോട്ട് വെച്ചാണ് കേരളത്തിൽ നിന്ന് മടങ്ങിയത്. ഒന്ന്, മുഖ്യമന്ത്രിയും CPM തന്നെയാണ് BJPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിഷയങ്ങൾ, അത് ഒന്ന് കരുവന്നൂരാണ്, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി ആരോപണമാണ്. രണ്ട് വിഷയത്തിലും കേന്ദ്രവും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശക്തമായ നടപടികളിലേക്ക് നിലപാടുകളിലേക്ക് നീങ്ങുന്നെന്ന സൂചന നൽകിയാണ് പ്രധാനമന്ത്രി ഇന്നലെ കുന്നംകുളത്തും തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും പ്രസംഗിച്ചത്. കരുവന്നൂർ മാത്രമല്ല, സഹകരണ മേഖലയിൽ CPM കൊള്ള നടത്തുകയാണ്, പാവപ്പെട്ട ജനങ്ങളുടെ പണം പിടിച്ചുപറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടുതൽ അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, അവിടെ ജനങ്ങളുടെ പിന്തുണ കൂടി തേടിയാണ് മോദി മടങ്ങിയത്. കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും പണം തിരികെ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കും അദ്ദേഹത്തിനുമെതിരെ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിലും അത്തരം ആരോപണം നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ കൂടി മോദി ശ്രമിച്ചു. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കരുവന്നൂർ മാസപ്പടി വിഷയത്തിൽ കാര്യമായ മറുപടി പറഞ്ഞെങ്കിലും കരുവന്നൂരിൽ മറുപടി പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രിയും മുന്നോട്ട് പോകുന്നത്. കരുവന്നൂരിൽ മോദി പറയും പോലെയല്ല, ഈ അഴിമതി കണ്ടെത്തിയത് CPM ആണ്. ശക്തമായ നടപടി എടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്ന നടപടി എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, അവിടെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ നടപടികൾ ബാങ്ക് തുടങ്ങിയെന്നും മുഖ്യമന്ത്രി പറയുന്നു. അതായത് പ്രധാനമന്ത്രിയുടെ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മറുതന്ത്രമാണ് CPM സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയും CPM-നെയും ആകുമ്പോൾ അതേ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് CPM തീരുമാനം. ഏതെങ്കിലും ഒരു സംഭവം നടന്നു എന്നതിൻ്റെ മേലെ കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ അപകീർത്തിപ്പെടുത്താനോ സഹകരണ മേഖലയെ ആകെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ ഉള്ള പ്രവർത്തനമല്ല നടത്തുക. കുറ്റം ചെയ്തവർക്കെതിരെ അവർ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കത്തക്ക നടപടികൾ സ്വീകരിക്കും. അതിനോടൊരു വിട്ടുവീഴ്ചയുമില്ല. ഇതാണ് സർക്കാർ എല്ലാ കാലത്തും സ്വീകരിച്ച സമീപനം. കരുവന്നൂരിൻ്റെ കാര്യത്തിലും ഇതേ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. ആ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി കരുവന്നൂറും മാസപ്പടി ആരോപണവും ഉയർന്നു നിൽക്കും. ആ രീതിയിൽ BJP ആക്രമിക്കാൻ വരുമ്പോൾ ശക്തമായ പ്രതിരോധത്തിന് തന്നെയാണ് CPM തയ്യാറെടുക്കുന്നത്. കണക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയെയും അതുപോലെ BJPയെ നേരിടാൻ CPM-ഉം മുഖ്യമന്ത്രിയും തയ്യാറെടുക്കുന്നു. CPM-ന്റെ അക്കൗണ്ട് മരവിപ്പിച്ചാൽ ഇവിടെ സുരേഷ് ഗോപിക്ക് വല്ല രക്ഷയും കിട്ടുമെന്നുള്ളൊരു ആലോചന സ്വാഭാവികമായിട്ട് BJPക്ക് ഉണ്ടാകാം. അതിൽ കേരളത്തിലെ പൊതുവായ അവസ്ഥയെടുത്താൽ LDF-ൽ CPM ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. തൃശ്ശൂരിലും അത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല. ഉറപ്പായി സുരേഷ് ഗോപി നമ്മുടെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ EDക്കോ BJPക്കോ കഴിയില്ല. എന്തുകൊണ്ട് BJP സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ CPM-ന്റെ നടപടിയെടുക്കുന്നതെന്ന് ചോദിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ള മറുപടിയായി കൂടി മാറുകയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തമ്മിലുള്ള ഈ പോര്. മുഖ്യമന്ത്രിയെ നടപടിയെടുക്കാൻ കേന്ദ്രം തയ്യാറാകുന്നത് മാത്രമല്ല, മോദിക്കെതിരെ രക്ഷണം പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്ന വിമർശനം കൂടി കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉയർത്തിയിരുന്നു. അതിനുള്ള മറുപടിയായി തന്നെയാണ് CPM ഈ മോദിക്കെതിരെയുള്ള ഈ രാഷ്ട്രീയ പോരിനെ കാണുന്നത്. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുമ്പോൾ ഒരു മണ്ഡലത്തിലും BJP രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് ആവർത്തിച്ച് വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതായാലും മുഖ്യമന്ത്രിയുടെ മറുപടി കേൾക്കുമ്പോൾ നമ്മൾ പ്രധാനമന്ത്രി ഇന്നലെ എന്ത് പറഞ്ഞു എന്നതുകൂടി ഒരിക്കൽ കൂടി കാണണം. ഇന്നലെ കാട്ടാക്കടയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് മുഖ്യമന്ത്രിയെയും മകളെയും കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ചത്. അവിടെ ഈ കരുവന്നൂർ വിഷയം നേരത്തെ തന്നെ പ്രധാനമന്ത്രി വിഷയമാക്കിയിരുന്നു. ഒപ്പം മാസപ്പടിയിലേക്ക് കൂടി ചൂണ്ടിക്കൊണ്ട് കടന്നാക്രമണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. और अब LDF की सरकारों ने केरला को अपनी लूट और भ्रष्टाचार के अड्डे के तौर पर इस्तेमाल किया. एक ऐसी सरकार है जिस पर खुद गोल्ड स्मगलिंग में संलिप्त होने, स्मगलर्स को संरक्षण देने के आरोप लगते हैं. गोल्ड स्मगलिंग स्कैम में अपराधियों को बचाने के लिए पूरी सरकार लगी हुई है. केरला में गरीबों, मजदूरों, महिलाओं,
गल्फ से लौटे लोगों के पैसे की खुलेआम लूट हो रही है। केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब करीब 1 लाख करोड़ रुपए जमा है। इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है। सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है। कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है। അഴിമതി മുഖ്യ വിഷയമായി ഉയർത്തുന്ന ബി.ജെ.പി, അത് പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടുന്ന ബി.ജെ.പി കരുവന്നൂർ സംസ്ഥാനത്ത് ഒരു പ്രധാന വിഷയമാക്കി മാറ്റുന്നു എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രചാരണം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. 300-ലധികം കോപ്പറേറ്റീവ് ബാങ്കുകളിൽ സാധാരണക്കാരുടെ 1 ലക്ഷം കോടി രൂപയുണ്ട്. CPM അഴിമതി കാരണം അവർക്ക് ഈ പണം ലഭിക്കുന്നില്ല. CPM നേതാക്കൾക്ക് കിട്ടിയ കൈക്കൂലി തന്നെ കോടികളാണ് എന്ന് മോദി ചൂണ്ടിക്കാട്ടുകയാണ്. തൃശൂരിൽ മാത്രം 25 കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടത് എന്ന വാദമാണ്, അല്ലെങ്കിൽ ആ വാക്കുകളാണ് പ്രധാനമന്ത്രി ഇന്നലെ ഉപയോഗിച്ചത്. सीपीएम के नेताओं को जो रिश्वत मिली है वो भी सैकड़ों करोड़ रुपए में है। जैसे अकेले त्रिशूर में ही 80 से ज्यादा अघोषित खातों में 25 करोड़ रुपए की रिश्वत जमा है। अकेले त्रिशूर के सीपीएम जिला सचिव के नाम पर 100 से ज्यादा प्रॉपर्टी खरीदी गई है। जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं। कोचिन मिनरल्स एंड रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है। സംസ്ഥാനം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്നത് ഇടതുപക്ഷം ഉയർത്തുന്ന വലിയ ഒരു വിഷയമാണ്. അതിനും പ്രധാനമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞിരുന്നു. കേന്ദ്രം കൊടുക്കുന്ന പണം സംസ്ഥാന സർക്കാർ കടം വീട്ടാനാണ് ഉപയോഗിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. ശുദ്ധജലം എല്ലാ വീടുകളിലും എത്തിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രധാനമന്ത്രി ഇന്നലെ നൽകിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇന്നലെ ഇവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ ഇന്ന് എണ്ണി മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ കൂടുതൽ കടന്നുള്ള ചോദ്യങ്ങൾ, മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായാലും കൊടുത്തും കൊണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം മുന്നോട്ട് പോവുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം മറ്റ് വാർത്തകളിലേക്ക്. വീണ്ടും സ്വാഗതം. ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്നെത്തിയ സ്റ്റാർ ക്യാമ്പയിനർ കർണാടകയിലെ താരമായ DK ശിവകുമാർ ആയിരുന്നു. DK ശിവകുമാർ അദ്ദേഹത്തിനൊപ്പം പ്രചാരണ രംഗത്ത് സമയം ചെലവഴിച്ചു. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് DK നടത്തിയത്. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ കേരള സന്ദർശനം സംസ്ഥാനത്തെ മതസൗഹാർദ്ദം തകർക്കാനാണ് എന്നായിരുന്നു DK ന്യൂസ് 8നോട് പ്രതികരിച്ചത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്നുകൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന് പുറമെ കണ്ണൂരിലും കോഴിക്കോടുമെല്ലാം പ്രചാരണത്തിന്റെ ഭാഗമായി DK ശിവകുമാർ എത്തുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് UDF DK ശിവകുമാറിന്റെ സംസ്ഥാനത്തേക്കുള്ള വരവിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ഒരു സ്വാധീനം ചെലുത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരെല്ലാവരും ഉള്ളതും. DK ശിവകുമാർ ന്യൂസ് 8നോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ്. സർ, how is the expectation of Congress in this Lok Sabha election? Kerala is going to create an history. Kerala will change the democratic
of Indian politics. How Andhra Pradesh at one point of time gave UP a big strength. The results of Kerala will change Indian politics. Within last 3 months, Prime Minister has visited Kerala for 3 times. Prime Minister spoke. He loved Kerala. He want to destroy Kerala. He want to destroy the harmony of Kerala. That is why he is coming here. Okay. എന്തായാലും ചരിത്രം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും UDF കേരളത്തിൽ ഉണ്ടാകുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് DK ശിവകുമാർ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. സ്വാഭാവികം അത് UDF തെരഞ്ഞെടുപ്പ് ആവേശത്തിന് പ്രചാരണത്തിന് ആവേശം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കോൺഗ്രസ് ക്യാമ്പിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തരൂർ ക്യാമ്പിനൊക്കെ വലിയ ആവേശമാണ് DKയുടെ വരവ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, 2 ദിവസമായി രാഹുൽ ഗാന്ധി സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇന്നും കൂടി അദ്ദേഹം വയനാട്ടിൽ പ്രചരണ പരിപാടികളിലായിരുന്നു. 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷം രാഹുൽ ഇന്ന് വയനാട്ടിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. 11 റോഡ് ഷോകളിലും UDFന്റെ പൊതുസമ്മേളനങ്ങളിലും രാഹുൽ ഇന്ന് പങ്കെടുത്തു. ഇന്ന് പ്രധാനമായും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിശിത വിമർശനമാണ് ഉന്നയിച്ചത്. നമുക്കറിയാം, ഇന്നലെ പിണറായി വിജയനെതിരെയും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തനിക്കെതിരെ തിരിയുന്നു രാജ്യത്തെ BJP വിഭജിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി എന്നതായിരുന്നു രാഹുലിന്റെ വിമർശനം. പക്ഷേ ഇന്ന് പ്രധാനമായും പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ 2ാം ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തിരുവമ്പാടി മണ്ഡലത്തിലെ കൊടിയത്തൂരിലാണ് തുടങ്ങിയത്. രാവിലെ 11:00 അദ്ദേഹം അവിടെ എത്തി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിശിത വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രചരണത്തിൽ ഉന്നയിച്ചത്. ഇലക്ട്രൽ ബോണ്ട് പിടിച്ചുപറിയാണെന്നും കൊള്ളയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും NDAയുടെയും പ്രകടന പത്രികകൾ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ. This election is about one central issue: the attack by the BJP on the Constitution of India. So this election about the attack on the Constitution of India. His job is to distract the people of India and create hatred and anger within the people of India. Wherever he goes, he makes some comment or the other to disturb the peace and tranquility. But if you saw his interview yesterday, he spent a lot of time explaining the electoral bond scheme. I can explain the electoral bond scheme much easier. I don't need 1 hour to explain it. The electoral bond scheme is doing at an international level. They will send CBI, ED, income tax to some businessman. When that businessman pays some money to the BJP, the CBI ED case will be closed. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചാരണത്തിനെത്തി. കരുവാരക്കുണ്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രചരണം. 2 ദിവസത്തെ പ്രചരണം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി തിരിച്ചു പോകുമ്പോൾ വയനാട്ടിലേക്ക് ഇനി വരാനിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളാണ്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തെരയിളക്കം 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി തെരയിളക്കത്തിൽ അരമണിക്കൂർ മാറ്റിവെച്ചിരിക്കുന്നത് തീപാറും മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നത്തെ തീപാറും മത്സരം നടക്കുന്ന മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ്. ശശി തരൂർ, ഒപ്പം പന്ന്യൻ രവീന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ തികഞ്ഞ വിജയ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന മണ്ഡലം. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയം അവകാശപ്പെടാൻ, വേണമെങ്കിൽ ചരിത്രം ചൂണ്ടിക്കാട്ടിയൊക്കെ അവകാശപ്പെടാൻ സാധ്യമായ ഒരിടമാണ് തിരുവനന്തപുരം. എനിക്കൊപ്പം ചേരുന്നത് ഡാൻ കുര്യൻ, മനു ഭരത്, VV അരുൺ എന്നിവരാണ്. ഈ ഓരോ മുന്നണികളുടെയും സാധ്യതകളെ കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധികൾ വിശദമായ തന്നെ അവലോകനത്തിന് തയ്യാറായിരിക്കുകയാണ്. മനുഷ്യട്ടിലേക്ക് വരണമെന്നാണ് ആഗ്രഹമെങ്കിലും നമുക്ക് സിറ്റിംഗ് MPയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഡാനിലേക്ക് വരുവാണ്. ഡാൻ, 3 വിജയം, ഹാട്രിക് തികച്ച് 4ാം വിജയത്തിന് വേണ്ടിയാണ് തരൂർ ഇറങ്ങുന്നത്. തികഞ്ഞ വിജയ പ്രതീക്ഷയെന്ന് ഞാൻ കാണുമ്പോൾ ഒക്കെ തരൂർ പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇനി 9 ദിവസം മാത്രമേ ഉള്ളൂ. 10ാം നാൾ വിധി എഴുതും കേരളം.
ആ പ്രതീക്ഷ അതുപോലെ തന്നെ ഉണ്ടോ അവിടെ? രേണുകയ്ക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇത്രയും ദിവസത്തെ ഒരു വാർത്തകളും ഒക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? പൊതുവെ UDF-ന് വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. തരൂരിന് ഒരു ഫോർത്ത് ടേൺ കുഴപ്പമില്ലാതെ കിട്ടേണ്ടതാണ്. പക്ഷേ സ്ഥാനാർത്ഥികൾ, മറ്റ് 2 സ്ഥാനാർത്ഥികളും വളരെ ശക്തമായ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ എന്ന് നമുക്കറിയാം. ത്രികോണ പോരാട്ടം എന്ന് തരൂർ ആദ്യം പറഞ്ഞെങ്കിൽ പോലും പിന്നീട് നേർക്കുനേർ BJP ആയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എങ്ങനെയാണ് മണ്ഡലം മാറി മറിഞ്ഞത് ഈ ദിവസങ്ങളിൽ? അതിലേക്ക് വരുമ്പോൾ കൃത്യമായി ഈ 3 തവണ ശശി തരൂർ സ്ഥാനാർത്ഥി ആയതിന്റെ ചരിത്രം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് 2009 ശശി തരൂർ ആദ്യമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ 3,26,000 വോട്ടായിരുന്നു തരൂരിന് ലഭിച്ചത്. അന്ന് മാത്രമാണ് ഒരു CPI സ്ഥാനാർത്ഥി രണ്ടാമതെത്തുന്നത്, P. രാമചന്ദ്രൻ നായർ. 2,26,000 വോട്ടുകൾ അദ്ദേഹം നേടി. അന്ന് BJPക്ക് തിരുവനന്തപുരത്ത് ആകെ ലഭിച്ചത്, PK കൃഷ്ണദാസ് ആയിരുന്നു മത്സരിച്ചത്, 84,000 വോട്ടാണ്. അവിടെ നിന്ന് ഒരു അത്ഭുതം, അവിശ്വസനീയമായ ഒരു അത്ഭുതം വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ BJPക്ക് സംഭവിക്കുന്നതാണ് 2014 കണ്ടത്. അന്ന് ഏതാണ്ട് 2014 2,97,000 വോട്ടുകൾ ശശി തരൂർ നേടിയപ്പോൾ O. രാജഗോപാൽ 84,000 നിന്ന് O. രാജഗോപാലിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ച് 2,82,000 പിന്നീട് 2000 ഏറ്റവും ടൈറ്റ് മത്സരമായിരുന്നു. തീർച്ചയായിട്ടും 2019 എത്തുമ്പോൾ അത് 4,16,000 തരൂരിന്റെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു. 3,16,000 കുമ്മനം രാജശേഖരന്റെ വോട്ട് ഭൂരിപക്ഷം ഏതാണ്ട് 1,00,000 അധികം ആകുന്നു. അപ്പോൾ ഒരു കാര്യം അവിടെ ഉറപ്പാണ്, ആരുടെയോ വോട്ട് UDF-ന് ലഭിച്ചിട്ടുണ്ട്. അത് പരസ്യമായ രഹസ്യമാണ്. ഏതാണ് അത്? CPM-ന്റെ കിട്ടുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. യെസ്, അവിടെയാണ് നമ്മൾ കൃത്യമായി ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി എടുത്തു കാണേണ്ടത്. 65% ഹിന്ദു സമുദായത്തിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. 25% ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ. ഈ 65% വരുന്ന ഹിന്ദു സമുദായത്തിന്റെ വോട്ട് BJP-യിലേക്കും UDF-ലേക്കുമായി ഭിന്നിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരും. സ്വാഭാവികമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും പോലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ 25% വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ആർക്കായിരിക്കും? അവരായിരിക്കും തീർച്ചയായും വിജയം നിർണ്ണയിക്കുന്നത്. എന്റെ പ്രധാന എതിരാളി BJP ആണ് എന്ന് തരൂർ പറയുന്നിടത്ത് ആ വോട്ടുകൾ എവിടേക്ക് പോകാനാണ് സാധ്യത? അപ്പോൾ തരൂർ അത് പറഞ്ഞത് ചില ലക്ഷ്യങ്ങളോട് കൂടിയായിരിക്കും. ഇതാണ് സാഹചര്യമെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താനായിരിക്കും. പക്ഷേ അങ്ങനെയാണ് ഫൈറ്റ് എന്നൊരു പൊതുചിത്രം മണ്ഡലത്തിലുണ്ടോ? അതായത് 9 ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കുകയാണ്. അതിനിടയിൽ ആരോപണ പ്രത്യാപരണങ്ങളൊക്കെ വീണ്ടും വരാം, സാഹചര്യങ്ങൾ മാറി മറിയാം. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാം, ഈ പ്രചാരണം തുടങ്ങിയ സമയത്താണ് ലത്തീൻ സഭാ നേതൃത്വം പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് മണിപ്പൂരിലെ അടക്കം ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ഉപവാസ യജ്ഞം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ദുഃഖവെള്ളി ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിലടക്കം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് കൃത്യമായി ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ ഭരണഘടനയിൽ മതേതരത്വം എന്ന കാഴ്ചപ്പാട് ഇല്ലാതാകുകയാണ് എന്ന് കൃത്യമായ പരാമർശം നടത്തി. അത് സഭയുടെ ഒരു നിലപാടായി തന്നെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയും. ആ നിലപാട് അതുപോലെ തന്നെ ഓരോ വിശ്വാസികളും ഏറ്റെടുക്കുമോ? സഭയിൽ തന്നെ പല വിഭാഗങ്ങൾക്ക് പല നിലപാട്, അതിനുശേഷം വന്ന ചില നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? സഭാ വിശ്വാസികൾ സഭ പറയുന്നത് അതുപോലെ കേൾക്കുമോ ഇത്തവണ? നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ശശി തരൂർ ജയിക്കാൻ പോകുന്നത് UDF-ന്റെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ കൃത്യമായ ആസൂത്രണ മികവ് കൊണ്ടായിരിക്കില്ല. ശശി തരൂർ എന്ന വ്യക്തിക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്വാധീനമുണ്ട്. അവിടെ യുവ വോട്ടർമാർ, സ്ത്രീകളടക്കമുള്ള വോട്ടർമാരുടെ കൃത്യമായ എല്ലാ കാലത്തും തരൂരിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ലഭിക്കുന്ന കുറെ അധികം വോട്ടുകൾ. അവിടെ ഇത്തവണ ഭിന്നിപ്പുണ്ടാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് മനു ഭരത് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരിക്കുന്നത്. മനു, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ തരൂരിന് ഏറ്റവും ശക്തനായ എതിരാളി എന്ന നിലയിലാണ് BJP രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രചരണ രംഗത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അത്ര ആത്മാർത്ഥമായ പ്രചരണം BJP ക്യാമ്പിൽ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തരൂരിന് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ ഭിന്നിക്കപ്പെടുമോ? അത് തരൂരിന് കിട്ടുമോ? ഭിന്നിക്കപ്പെടുമോ? എന്തായിരിക്കും ഈ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്? സ്വാഭാവികമായും തിരുവനന്തപുരം BJP ഒരു വലിയ ഒരു പ്രൈം കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിൽ തന്നെയാണ് ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ നമുക്കറിയായിരുന്നു നിർമ്മല സീതാരാമൻ വരുന്നു എന്ന വാക്കുകളുണ്ടായിരുന്നു, ജയശങ്കർ വരുന്നു. അങ്ങനെയാണ് സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ടൊരു ആവശ്യം എന്ന നിലയിൽ വെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന്.
അതിനെ തുടർന്ന് വലിയൊരു പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് തിരുവനന്തപുരത്ത് BJP അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ ഡോക്ടർ ജയശങ്കർ വന്നു. പിന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും പ്രഖ്യാപിക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ശോഭന വരുന്നു. അങ്ങനെ BJPയുടെ ഒരു പ്രചരണ പരിപാടികളിലൊക്കെ ആ ഒരു കരുത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല ഇപ്പം നമുക്ക് ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ BJP നേതാക്കൾ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ക്ഷീണം അവരുടെ മുഖത്ത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. പലരും വെയിലുകൊണ്ട് അവരുടെ മുഖത്തുള്ള ആ ഒരു ക്ഷീണം തിളക്കമൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പം സ്വാഭാവികമായും അവർ വലിയ ഹാർഡ് വർക്ക് നടത്തുന്നുണ്ട്. BJPക്ക് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ അവർക്ക് BJPയോട് ഐത്തമില്ലാത്ത കുറേ വോട്ടുകളുണ്ട്. പക്ഷേ അത് കാൻഡിഡേറ്റ് കൂടി ആ തരത്തിൽ ഒരു വിന്നബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്. ഇവിടെ ഡാൻ ചൂണ്ടിക്കാട്ടിയ കാര്യം തരൂരിന് വേണ്ടി ലഭിക്കുന്ന കുറേ അധികം വോട്ടുകളുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഒരു പരിഷത്ത് എന്ന് പറയാം. പല വിഭാഗത്തിലുള്ള പല നാടുകളിൽ നിന്ന് വരുന്നവർ അധിവസിക്കുന്ന ഒരിടം കൂടിയാണ് തിരുവനന്തപുരം. അവിടെ ആ വോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ BJP നിർത്തിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ തരൂരിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട്, സ്ത്രീ വോട്ടുകളായ മറ്റ് സമുദായങ്ങളുടെ വോട്ടുകളായാലും തരൂരിന്റെ ഒരു പ്രതിച്ഛായക്ക് കിട്ടുന്ന വോട്ടുകളായാലും പൂർണ്ണമായും ഇക്കുറി കിട്ടുമോ? അത് ഭിന്നിപ്പിക്കാൻ BJP കാൻഡിഡേറ്റിനാകുമോ? അല്ല, അത് BJPയുടെ ഒരു ക്യാമ്പിനകത്തുള്ളൊരു പ്രതീക്ഷ ഇടത് സ്ഥാനാർത്ഥി കുറേ വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്നതാണ്. അപ്പം അങ്ങനെ സ്വാഭാവികമായും തരൂർ ഇത്രയും ലോങ് ടേമായി അദ്ദേഹം ഇവിടുത്തെ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. സ്വാഭാവികം ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാകും. അത് ഒരുപക്ഷെ പന്നിയന് അനുകൂലം. ഇപ്പം എന്താ ബെനറ്റ് എബ്രഹാം മത്സരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവരുടെ ഒരു കാൽക്കുലേഷനാണ്. ബെനറ്റ് എബ്രഹാം മത്സരിക്കും, സി ദിവാറിനേക്കാളൊക്കെ കൂടി കുറേ കൂടി കരുത്തുറ്റ ഒരാളാണ് പന്നിയൻ. അദ്ദേഹത്തിന് ഒരു ക്ലീൻ പൊളിറ്റിക്കൽ ഇമേജ് ഉണ്ട്. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്കുള്ള ആളുകളുടെ വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം നമ്മൾ തമാശയായിട്ടൊക്കെ ആളുകൾ പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഒരു നായരും ആറ്റിങ്ങലിൽ ഒരു ഈഴവനുമാണ് എപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാമെന്ന്. അപ്പോൾ സ്വാഭാവികമായ ഒരു വലിയൊരു എലീറ്റ് അപ്പർ ക്ലാസിൻ്റെ വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അവർക്ക് ഇങ്ങനെ വലിയ പ്രതിഭാശാലിയായ ഒരു ശശി തരൂർ എന്ന് പറയുമ്പോൾ ഒരു അപ്പർ ക്ലാസിന്റെ വോട്ടുകൾ നിർണായകമെന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ദിനം നമ്മൾ ആലോചിച്ചാൽ പിന്നിട്ട് നിൽക്കുകയായിരുന്നു തരൂർ. അതിനുശേഷം കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിനെ തുണച്ച 3 മണ്ഡലങ്ങൾ കോവളം, ഒപ്പം തന്നെ നെയ്യാറ്റിൻകര, പാറശാല എണ്ണുമ്പോൾ മാത്രം തരൂരിന് ലീഡ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കോസ്റ്റൽ ബെൽറ്റ് ആണ് ആ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന 2014-ലും 19-ലും മൈനോറിറ്റീസിനിടയിൽ ശശി തരൂരിന് വലിയ സ്ട്രെങ്ത് ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അടിത്തറ അതാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടുകൾ ഇത്തവണ മാറി ചെയ്യുമോ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് വലിയ ഒരു നേട്ടം രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാക്കാൻ കഴിയും. അതേസമയം ഇപ്പോൾ കാട്ടാക്കടയിൽ ആ പ്രശ്നമില്ല, ഇപ്പോൾ നേമത്ത് ആ പ്രശ്നമില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആ പ്രശ്നമില്ല. അപ്പോൾ BJPക്ക് അവിടെയെല്ലാം വലിയ കരുത്തുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ 50,000-ഓളം വോട്ടുകൾ നേടിയിട്ടുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. എന്ന് വെച്ചാൽ ഈ വോട്ടിൻ്റെ അടുത്തിൽ. അപ്പോൾ അതിലേറ്റവും വലിയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് ആ നേട്ടം ഉണ്ടാക്കാൻ തീർച്ചയായും. എന്തായാലും തീരമേഖലയിലെ വോട്ട് വളരെ പ്രധാനമാണ്. അവിടെ തരൂരിന് ക്ഷതമേൽപ്പിക്കുക അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ കുറവ് വരുത്തുക എന്നത് BJP ലക്ഷ്യം. അതെ അതെ. ഇപ്പൊ തരൂരിനെതിരെ അദ്ദേഹം നോട്ടീസ് അയച്ചു. അപ്പൊ അങ്ങനെ ഒരു തർക്കമൊക്കെ ഉണ്ടായി. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്തിരിക്കുകയാണ് തരൂർ. അതെ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പണം നൽകിയെന്നൊക്കെയുള്ള ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കങ്ങളും ഒക്കെ വന്നു. എന്തായാലും തീരമേഖല കേന്ദ്രീകരിച്ചായിരുന്നു BJPയുടെ പ്രധാന പ്രചരണം ഇത്തവണ നടന്നത്. അത് ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ വോട്ട് വിഹിതം എങ്ങോട്ടൊക്കെ പോയി എന്നത് കാണുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാവുക. ഇവിടെ VV അരുണും തയ്യാറാണ്. അരുൺ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കിയാൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അവസാനം ഒരു വിജയം സമ്മാനിച്ച ആളെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി അവർ പ്രചരണ രംഗത്തുണ്ട്. അരുണിന് പറയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുക അറിയാം. പക്ഷെ നമുക്കൊരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അതിലേക്ക് എത്താം. തിരുവനന്തപുരം മണ്ഡലത്തിനായി തീപാറും പ്രചരണമാണ് നടക്കുന്നത്. 3 ക്യാമ്പുകളും ആത്മവിശ്വാസത്തോടെ വിജയം അവകാശപ്പെടുന്നുണ്ട്. പന്ന്യൻ രവീന്ദ്രന്റെ സാധ്യതകൾ എന്ത് എന്നതാണ് VV അരുൺ സൂചിപ്പിക്കുന്നത്. അരുൺ, ഏറ്റവും അവസാനമായി മണ്ഡലത്തിൽ ഇടതുപക്ഷം ജയിച്ചത് പന്ന്യൻ രവീന്ദ്രനിലൂടെയാണ്. ആദ്യം കുറച്ച് വിമുഖത ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവം. ഇടത് ക്യാമ്പ് അതേപോലെ പ്രചരണ രംഗത്ത് നിൽക്കുകയാണ്. എന്താണ് സാഹചര്യം? ഈ BJP ജയിക്കുമെന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ CPM വോട്ടുകൾ പോലും തരൂരിന് അനുകൂലമായി പോൾ ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പന്ന്യൻ വരുമ്പോൾ അത് സംഭവിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രചരണ രംഗത്ത് ഏറ്റവും ആദ്യം പ്രചരണത്തിൽ ഇറങ്ങിയത് ഇടതുമുന്നണിയാണ്.
ഇടതുമുന്നണി തന്നെയാണ് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ച്. തരൂർ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിരുന്നു. സിറ്റിംഗ് MP ആണ്, കോൺഗ്രസ് സിറ്റിംഗ് MPമാരെ പരമാവധി മത്സരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ തരൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ പ്രചരണ രംഗത്ത് ആദ്യം മുതൽ ഒരു മേൽക്കൈ ഇടതുമുന്നണിക്ക് ഇവിടെ ഉണ്ടായി. മറ്റൊന്ന് രേണുക സൂചിപ്പിച്ച പോലെ പന്ന്യൻ രവീന്ദ്രൻ്റെ പേര് തന്നെയാണ്. പന്ന്യൻ സജീവ രാഷ്ട്രീയത്തിന് ഏറെക്കുറെ മതിയാക്കി CPIയുടെ സംസ്ഥാന കൗൺസിൽ പോലും ഇല്ലായിരുന്ന ആളാണ്. അദ്ദേഹത്തെ അടുത്ത കാലത്താണ് സംസ്ഥാന കൗൺസിൽ ഉൾപ്പെടുത്തിയത്. പന്ന്യൻ രവീന്ദ്രൻ എന്ന പേര് വന്നപ്പോൾ സ്വാഭാവികമായും അത് CPIയുടെ പേരായതിനാൽ CPM ആണ് പന്ന്യൻ രവീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാക്കണം. അതിനും അപ്പുറം നല്ലൊരു കാൻഡിഡേറ്റ് തിരുവനന്തപുരത്ത് CPI നിർത്താനില്ല. അങ്ങനെ പന്ന്യൻ വരുമ്പോൾ ആ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. കാരണം PKV ആയിരുന്നു ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം ഇവിടെ ജയിച്ച കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥി. അദ്ദേഹം 2004 വിജയിച്ചു. 2005 ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പന്ന്യൻ അദ്ദേഹത്തിൻ്റെ പകരക്കാരനാകുന്നു. പിന്നീട് പന്ന്യൻ മത്സരിക്കാൻ വരുന്നില്ല. പിന്നീട് മത്സരിച്ച പേരുകാർ അത് P. രാമേന്ദ്രൻ നായരാകട്ടെ, ബെനറ്റ് എബ്രഹാം, ഏറെ വിവാദമുണ്ടാക്കിയ പേയ്മെന്റ് സീറ്റ് വിവാദമുണ്ടാക്കിയ ബെനറ്റ് എബ്രഹാം ആകട്ടെ, പിന്നെ C. ദിവാകരനാകട്ടെ, പന്ന്യനോളം അല്ലെങ്കിൽ പന്ന്യൻ്റെ അടുത്തെങ്ങും എത്തുന്ന രാഷ്ട്രീയ ഇമേജ് ഇല്ലാത്ത, പ്രതിച്ഛായ ഇല്ലാത്ത ആളുകളാണ്. അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ, CPIയുടെ വോട്ടുകൾ അതേപടി CPI സ്ഥാനം ലഭിച്ചെന്ന് പറയാൻ കഴിയില്ല. CPMൻ്റെ വോട്ടുകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. CPMൻ്റെ വോട്ടുകൾ എവിടേക്ക് പോയി? നേരത്തെ ഡാൻ സൂചിപ്പിച്ച പോലെ, രേണുക ചോദിച്ച പോലെ CPMൻ്റെ വോട്ടുകൾ സ്വാഭാവികമായും BJP ജയിക്കാതിരിക്കാൻ പോയത് ശശി തരൂരിനാണ്. ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം ഇത്രയധികം വർദ്ധിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് വീതം വർദ്ധിക്കാൻ കാരണം ഇടത് വോട്ടുകൾ കൂടിയാണ്. പന്ന്യൻ വീതം വരുമ്പോൾ ആ ഇടത് വോട്ടുകൾ വഴിമാറിപ്പോയില്ല എന്ന് ഇടതുമുന്നണി ഉറപ്പിക്കുന്നു, CPI പ്രതീക്ഷിക്കുന്നു. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് പന്ന്യൻ രവീന്ദ്രനെ ഈ രീതിയിൽ ജയിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ നേതാവ് പറഞ്ഞത് ഇവിടെ വരുമ്പോൾ പന്ന്യൻ വരുമ്പോൾ 3ാം സ്ഥാനത്താണ് മത്സരിക്കാൻ വരുമ്പോൾ. കാരണം കഴിഞ്ഞ 2 തവണയും ഇടതുമുന്നണി 3ാം സ്ഥാനത്തായിരുന്നു, പിന്നീട് 2ാം സ്ഥാനത്തായി, 1ാം സ്ഥാനത്തായി എന്ന ഒരു പ്രതീക്ഷയാണ്. പന്ന്യനാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തരൂരിന്റെ ആദ്യ പ്രതികരണം ത്രികോണം മത്സരമാണ്, 2ാം സ്ഥാനം ആർക്ക് വേണമെന്ന് അവർ തമ്മിൽ തീരുമാനിച്ചോട്ടെ എന്നതായിരുന്നു. പന്ന്യനാണ് സ്ഥാനാർത്ഥി എന്നതായപ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചു. അതുതന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ. അത് 2 സ്റ്റേറ്റ്മെന്റ്, ഒന്ന് ശശി തരൂരിൻ്റെ. നമുക്കെന്നൊരു അഭിമുഖത്തിന് തരൂർ ആദ്യം പറയുന്നത് ഇവിടെ പോരാട്ടം LDFും UDFും BJP തമ്മിലല്ല, പകരം UDFും BJPയും തമ്മിലാണ്. LDF മത്സരരംഗത്തേ ഇല്ല എന്ന് പറയേണ്ടി വന്ന് ശശി തരൂർ. കാരണം അദ്ദേഹം ലക്ഷ്യമിട്ടത് കൃത്യമായി കഴിഞ്ഞ തവണ എങ്ങനെയാണോ അദ്ദേഹം ജയിച്ചത്, ന്യൂനപക്ഷ വോട്ടുകൾ, അത് തീരമേഖലയിലെ ക്രൈസ്തവ വോട്ടുണ്ട്, ഭീമാവള്ളിയും അതുപോലെ തന്നെ പൂന്തറ അടങ്ങുന്ന മേഖലകളിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുണ്ട്. ഈ വോട്ടുകൾ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ്. അങ്ങനെ ഇല്ലെങ്കിൽ BJP ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയാണ് കഴിഞ്ഞ തവണ തരൂർ ജയിച്ചെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ടതാണ്. അതേ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. മറ്റൊന്ന് VV രാജേഷിൻ്റെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ ഇത്തരത്തിൽ ഹൈന്ദവ വോട്ടുകൾ കൂടി ലഭിക്കാനുള്ള നീക്കമാണ്. ഇവിടെ മത്സരം ശശി തരൂർ 3ാമതായി കഴിഞ്ഞു, മത്സരിക്കാനേ ഇല്ല. ഇവിടെ മത്സരം LDFും BJPയും തമ്മിലാണ് എന്ന തരത്തിലെ ഒരു പ്രസ്താവന VV രാജേഷ് നടത്തി. അതും ഈ എത്രത്തോളം ഇടതുമുന്നണി സ്ഥാനത്ത് മുന്നേറുന്ന തെളിവാണ്. എല്ലാത്തിനും അപ്പുറത്തേക്ക് പന്ന്യൻ രവീന്ദ്രൻ്റെ പേരിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയ്ക്ക് കാരണം ഏറ്റവും അടുത്ത് സമീപിക്കാവുന്ന ഒരാൾ, അത് ഇടതുമുന്നണിയുടെ പ്രചരണം മാത്രം ഒരു വസ്തു കൂടി അതിലുണ്ട്. ഒരാൾ വിശ്വപൗരനാണ്, മറ്റൊരാൾ ശതകോടീശ്വരൻ എന്ന ഇടതുമുന്നണിയൊക്കെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന ആളാണ്, ഒരു വലിയ ബിസിനസ്സുള്ള ആളാണ്, സ്ഥാനാർത്ഥിക്ക് അത്ര പരിചയം സ്ഥാനാർത്ഥിയെ തലസ്ഥാനത്ത് ഇല്ലാത്ത ആളാണ്. അങ്ങനെ 2 വലിയ ഫിഗറുകൾ, ദേശീയതലത്തിന് വലിയ ഫിഗർ, കേന്ദ്രമന്ത്രി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. 2 വലിയ ഫിഗറുകൾ വരുമ്പോൾ അവിടെ ഒരു സാധാരണക്കാരൻ വരുന്നു. ആ സാധാരണക്കാരൻ ഇമേജ് പരമാവധി പ്രചരിപ്പിക്കാൻ, അതിലൂടെ പരമാവധി വോട്ട് നേടിയെടുക്കാൻ, അത് ഉപയോഗിക്കാൻ പന്ന്യൻ രവീന്ദ്രൻ്റെ സാധാരണത്വം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു സുതാര്യതയും എളിമയും ഒക്കെ പരമാവധി വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. എല്ലാവർക്കും ഒപ്പം ഉള്ള ഒരു കാൻഡിഡേറ്റ് എന്ന സ്വീകാര്യത പന്ന്യനെ സംബന്ധിച്ചുണ്ട്. അവരെ സംബന്ധിച്ച് രവിയേട്ടനാണ് എല്ലാവർക്കും പന്ന്യൻ രവീന്ദ്രൻ. ഡാൻ, ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് എന്നോട് ചോദിച്ചു ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മൾ പറയുന്നത് സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെയാണല്ലോ. ഇപ്പോൾ പല പോളുകൾ വരുന്നുണ്ട്. അവർ തിരുവനന്തപുരത്ത് സാധ്യത തരൂരിന് തന്നെയാണ് കൊടുക്കുന്നത്. വലിയ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വോട്ട് പെർസെൻറ്റേജിൽ വലിയ ഡിസ്റ്റൻസും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ തരൂർ ജയിക്കുകയാണെങ്കിൽ പോലും വലിയ ശക്തമായ മത്സരവും തുച്ഛമായ ഭൂരിപക്ഷവുമായിരിക്കും എന്ന കാര്യം പറയാൻ പറ്റുമോ? ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. അതായത് നമ്മൾ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. ഈ തിരുവനന്തപുരത്ത് തരൂരിൻ്റെ നല്ല ഏത് സ്ഥാനാർത്ഥിയുടെയും വിജയം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുന്ന ഒരു N ഫാക്ടറുണ്ട്. ഈ N എന്ന് പറയുന്നത് ഒന്ന് നായർ കമ്മ്യൂണിറ്റി, മറ്റൊന്ന് നാടാർ കമ്മ്യൂണിറ്റി. സ്വാഭാവികമായി ഈ 2 വിഭാഗങ്ങളുടെ പിന്തുണ ആർക്കാണെന്ന വലിയ ചോദ്യമുണ്ട്. NSSൻ്റെ പിന്തുണ ആദ്യഘട്ടം മുതൽ, അതായത് തരൂർ AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയം മുതൽ തന്നെ വലിയ പരസ്യ പിന്തുണയുമായി NSS രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായി നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും അത് വോട്ടായി മാറുകയും
നാടാർ വിഭാഗത്തിന്റെ ഒരു പകുതി വോട്ട് തരൂരിന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായി തരൂരിന്റെ വിജയത്തിലേക്ക് തന്നെ നയിക്കാനാണ് സാധ്യത. നിലവിലത്തെ സാഹചര്യം സുകുമാരൻ നായർ പൂർണ്ണ പിന്തുണ തരൂരിന് കൊടുക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പും UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷെ അത് നായർ സമുദായത്തിന്റെ മുഴുവൻ വോട്ട് അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊന്നാകുമായിരുന്നു തെരഞ്ഞെടുപ്പ് ചിത്രം. അതുകൊണ്ട് സുകുമാരൻ നായരുടെ പിന്തുണ നായർ കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ പിന്തുണയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യവും ഇഷ്ടവുമൊക്കെയാണ്. പക്ഷേ സ്വാഭാവികമായി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ ശശി തരൂരിന് തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് നാടാർ സമുദായത്തിനൊപ്പം ലത്തീൻ സഭ, അവർ കൂടി തരൂരിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മനു, നമുക്കിനി സമയം കുറവാണ്. ഇവിടെ ഇപ്പോൾ സാധ്യതകളെ കുറിച്ച് പറയുകയായിരുന്നല്ലോ. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BJP സംസ്ഥാനത്ത് ആദ്യം മുതൽ തന്നെ സാധ്യത കൽപ്പിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഏതാണ്ട് വിജയത്തിന് അടുത്തുവരെ എത്തിയിട്ട് നഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും സംസ്ഥാനത്ത് BJPയുടെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ്. അല്ല, സ്വാഭാവികമായും ഒരു തൃശ്ശൂർ ആണ് BJP ഒന്നാം സ്ഥാനത്ത് കൊടുക്കുന്നൊരു മണ്ഡലം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ തിരുവനന്തപുരത്തിന് 2 തവണ വലിയ ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ തവണ വോട്ടിംഗ് പെർസെൻറ്റേജ് BJPക്ക് ചെറുതായി കുറഞ്ഞു. സ്വാഭാവികമായി ഇത്തവണ കൂടുതലൊരു പ്രധാനമന്ത്രിയുടെ അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യത്തിൽ രേണുവയ്ക്ക് ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തിരുവനന്തപുരം ടൗണിൽ 42,887 വോട്ടുകൾ ആണ് കുമ്മനം രാജശേഖരന് കിട്ടിയത്. അതേസമയം ഡോക്ടർ ശശി തരൂരിനോട് 57,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തെ എലീറ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ ശശി തരൂരിന് ആ ഘട്ടത്തിൽ. ഞാൻ പറഞ്ഞത് 14 കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ തവണ രേണുക സൂചിപ്പിച്ചല്ലോ, പാറശാലയും അവിടെയും കിട്ടിയ ലീഡ് പോലെ പോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിനകത്തും വലിയ ലീഡ്. തീർച്ചയായും. അവസാനമായിട്ട് അരുൺ, പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു ആളെ ഇറക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നില്ല. തലസ്ഥാന നഗരമാണ്. ഇറക്കുമ്പോൾ ശരിക്കും ഒരു 2ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമായിരുന്നു. കാരണം 3ാം സ്ഥാനം നാണക്കേട്. കാരണം ഇപ്പം തിരുവനന്തപുരത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഉം ഇടതുമുന്നണിയാണ്. തദ്ദേശ സ്ഥാപനം വലിയ ഭൂരിപക്ഷമുണ്ട്. എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ 3ാം സ്ഥാനത്ത് പോകുന്നത് ഇടതുമുന്നണിക്ക് അത്ര സൂചിക്കുന്നൊരു കാര്യം. അതുകൊണ്ടാണ് അവർ ആദ്യം ഇങ്ങനെ നേതാവിലേക്ക് എത്തിയത്. പക്ഷേ ആ ഘട്ടത്തിൽ വിജയപ്രതീക്ഷയില്ല. പക്ഷേ ഇപ്പോൾ അവർ കുറച്ചുകൂടിയൊക്കെ വിജയപ്രതീക്ഷയുണ്ട്. വിജയിക്കുമെന്ന് തന്നെ അവർ ഉറപ്പിക്കാൻ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു പക്ഷേ 2ാം സ്ഥാനമെങ്കിലും ഉറപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസം. തീർച്ചയായിട്ടും 2ാം സ്ഥാനമെങ്കിലും ഉറപ്പിക്കാം. കാരണം ആ രീതിയിലാണ് അവരുടെ ഒരു വർക്ക് പാറ്റേൺ. CPM വളരെ ശക്തമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്. CPM വോട്ട് മറിക്കുന്നു, BJP പരാജയപ്പെടുത്താൻ വോട്ട് മറിക്കുന്നു ആരോപണം ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളിലും ഉണ്ട്. അത് തവണ ഉണ്ടാകില്ല. കാരണം ജയിക്കാൻ വേണ്ടി തന്നെ മത്സരിക്കുന്ന ഒരു പ്രതീതി ചുരുങ്ങിയ പക്ഷം പ്രവർത്തകരിലേക്കെങ്കിലും എത്തിക്കാൻ. തീർച്ചയായും. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാം. ഓരോ മുന്നണിയും അവർക്കൊപ്പം വിജയമെന്ന് ആവർത്തിച്ച് പറയുന്നു. പ്രചരണ രംഗത്തും ആ തീപാറുന്ന പോരാട്ടം നമുക്ക് കാണാം. എന്തായാലും തിരുവനന്തപുരത്തിന്റെ ജനത എങ്ങനെ വിധി എഴുതുന്നു എന്നത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഏറ്റവും ശക്തമായ മത്സരമാണ് ഇത്തവണ മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു മണ്ഡലത്തിന്റെ അവലോകനവുമായി തിരയിളക്കം നാളെ. നമസ്കാരം.